PK ലിങ്ക്സിന്റെ ടോപ്പ് പിക്സിലേക്ക് സ്വാഗതം. ഞാൻ അഖിൽ. ഇന്ന് നമ്മൾ ടോപ്പ് പിക്സിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ രാജിയും അടുത്ത ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ സംബന്ധിക്കുന്ന ഒരു വിഷയവുമാണ്. 21 ജൂലൈ 2025 ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ രാഷ്ട്രപതി ദ്രൗപദി മുർമുവായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തുകയാണ്. ഈ കൂടിക്കാഴ്ചയുടെ സമയത്ത് അദ്ദേഹം തന്റെ കയ്യിൽ കരുതിയിരിക്കുന്ന തന്റെ കൈപ്പടയിൽ എഴുതിയ ഒരു രാജിക്കത്ത് അത് രാഷ്ട്രപതിക്ക് കൈമാറുകയാണ്. തന്റെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് രാജി എന്ന് അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം ആർട്ടിക്കിൾ 67 A അനുസരിച്ചിട്ട് ഈ രാജ്യസന്നദ്ധത അറിയിക്കുന്നത്. ജൂലൈ 22 ഈ രാജി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തങ്ങളുടെ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്നതോടുകൂടി ഇത് ഔദ്യോഗികമായി മാറുകയാണ്. ചുരുക്കി പറഞ്ഞ അടുത്ത ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രാരംഭമായ ഒരു ഘട്ടം അതാണ് ഇവിടെ ആരംഭിക്കുന്നത്. 25-ാം തീയതി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തിരഞ്ഞെടുപ്പിന്റെ അടുത്ത പടിയായി ഒരു വരണാധികാരി അഥവാ ഒരു റിട്ടേണിംഗ് ഓഫീസറിനെ നിയോഗിച്ചിരിക്കുകയാണ്. ഈ വീഡിയോയിലൂടെ നമ്മൾ അനലൈസ് ചെയ്യുന്നത് രാഷ്ട്രപതിയെ സംബന്ധിക്കുന്ന പ്രധാന ഭരണഘടനാ വകുപ്പുകൾ, തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ, ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടുവാനുള്ള യോഗ്യതകൾ, വരണാധികാരിയുടെ നിയമനം, തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച തർക്ക പരിഹാരങ്ങൾ, പുറത്താക്കൽ, കാലാവധി, ശമ്പളവും ആനുകൂല്യവും, ഉപരാഷ്ട്രപതി വഹിക്കുന്ന മറ്റ് പദവികൾ തുടങ്ങിയ കാര്യങ്ങളാണ്. ആർട്ടിക്കിൾ 63 മുതൽ 71 വരെയുള്ള ഭാഗങ്ങളിലാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ പൗരനായ ഉപരാഷ്ട്രപതിയെ പറ്റി ഇന്ത്യൻ ഭരണഘടനയിൽ പരാമർശിക്കുന്നത്. ഉപരാഷ്ട്രപതി എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്, അഥവാ അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ്. ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് ഭരണഘടനയുടെ 63-ാം അനുച്ഛേദത്തിലാണ്. അതുപോലെ തന്നെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് അഥവാ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഇദ്ദേഹവും ഉപരാഷ്ട്രപതി ആയിരിക്കും എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 64-ലാണ്. എക്സ് ഒഫീഷ്യോ എന്നാൽ ഒരു പ്രത്യേക അപ്പോയിന്റ്മെന്റോ കാര്യങ്ങളോ ഒക്കെ ഇല്ലാതെ തന്നെ താൻ വഹിക്കുന്ന ഒരു പദവിയോടൊപ്പം മറ്റൊരു പദവി കൂടി വഹിക്കുന്നതിനെയാണ്. അതായത് ഉപരാഷ്ട്രപതിയായ ഒരു വ്യക്തി രാജ്യസഭ ചെയർമാൻ എന്ന മറ്റൊരു പദവി കൂടി ഇവിടെ വഹിക്കുകയാണ്. ഇതിന് പ്രത്യേക അപ്പോയിന്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് എക്സ് ഒഫീഷ്യോ എന്താണെന്ന് ഒരു കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. ഇതിൽ ഞാനൊരു വ്യക്തത വരുത്തി തരാം. അതായത് വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് ഒരു എക്സ് ഒഫീഷ്യോ എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരുവാണെങ്കിൽ, ഒരു വ്യക്തി ഒരു ഡോക്ടറാണ് എന്ന് കരുതുക. അദ്ദേഹം ഒരു ആശുപത്രിയിൽ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലോ കുടുംബങ്ങളിലോ ഒക്കെ തന്നെ എന്തെങ്കിലും ആരോഗ്യപരമായ ഒരു പ്രശ്നങ്ങൾ വന്നാൽ ഇദ്ദേഹം തന്നെയായിരിക്കും അവിടെ ഏറ്റവും ആദ്യമായി ചികിത്സയ്ക്ക് ഇടപെടുന്നത്. അതായത് ഇദ്ദേഹം ഒരു പ്രത്യേക അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ തന്നെ അവിടെ ഒരു ഫാമിലി ഡോക്ടറായി മാറുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഇദ്ദേഹം ഒരു എക്സ് ഒഫീഷ്യോ ഫാമിലി ഡോക്ടറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് എക്സ് ഒഫീഷ്യോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടാവും. അടുത്തതായി നമുക്ക് ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിന്റെ കാര്യം ഒന്ന് പരിശോധിക്കാം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 66-ലാണ് ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറയുന്നത്. ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിലോട്ട് നേരെ പോകുന്നതിന് മുന്നേ ആർക്കൊക്കെ ഒരു ഉപരാഷ്ട്രപതിയായിട്ട് മത്സരിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയായിട്ട് മത്സരിക്കാൻ എന്തൊക്കെ യോഗ്യതയാണ് വേണ്ടത് എന്ന കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. ഉപരാഷ്ട്രപതിയാകുന്ന ആളിന്റെ യോഗ്യതയെ പറ്റി പറയുന്നത് ആർട്ടിക്കിൾ 66-ലാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ആർട്ടിക്കിൾ 66-ന്റെ 3-ാമത്തെ ക്ലോസിലാണ്. ഇതിൽ 4 യോഗ്യതകളാണ് പറയുന്നത്. ഒന്നാമത്തേത് അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം എന്നതാണ്. അടുത്തതായി പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രായമാണ്. അതായത് ഏറ്റവും കുറഞ്ഞ പ്രായം അദ്ദേഹത്തിന് 35 ആയിരിക്കണം ഉണ്ടാകേണ്ടത്. അടുത്ത ഒരു യോഗ്യത എന്നാൽ അദ്ദേഹത്തിന് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് പാടില്ല എന്നതാണ്. അതായത് ഇന്ത്യ ഗവൺമെന്റിന്റെയോ ഏതെങ്കിലും സംസ്ഥാന ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ മേൽപ്പറഞ്ഞ ഗവൺമെന്റുകളുടെ നിയന്ത്രണത്തിന് വിധേയമായ ഏതെങ്കിലും തദ്ദേശ സ്ഥാപനത്തിന്റെയോ മറ്റ് അതോറിറ്റിയുടെ കീഴിലോ ലാഭകരമായ ഒരു പദവിയും അദ്ദേഹം വഹിക്കാൻ പാടുള്ളതല്ല എന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന ഒരു ക്ലോസ് ഇന്ത്യയിലെ ഒരു നിയമത്തിൽ ഏറ്റവും ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1909 അഥവാ മിന്റോ മോർലി റിഫോംസ് ആക്ടിലാണ്. അതുപോലെ തന്നെ ഈ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്താണെന്ന് ഒരു നിയമത്തിലും പറയുന്നില്ല. ഇത് കോടതിയുടെ ഒരു ഇന്റർപ്രിട്ടേഷൻ അനുസരിച്ചിട്ടാണ് ഈ കാര്യത്തിൽ വ്യക്തതയിലോട്ട് എത്തുന്നത്. ഉപരാഷ്ട്രപതിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടുവാനുള്ള ഏറ്റവും അവസാനത്തെ യോഗ്യതയായിട്ട് പറയുന്നത് അദ്ദേഹം ഒരു MP ആകണമെന്നില്ല, പക്ഷെ രാജ്യസഭാ സീറ്റിന് യോഗ്യത ഉണ്ടായിരിക്കണം എന്നതാണ്. ഇത് മാത്രമല്ല, സ്ഥാനാർത്ഥി പാർലമെന്റിന്റെ ഏതെങ്കിലും സഭയിൽ ഒരു അംഗമാണെങ്കിൽ അദ്ദേഹം ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വിജയിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ആ അംഗത്വം ഉപേക്ഷിച്ച്, അതായത് ആ അംഗത്വം രാജിവെച്ചാണ് ഈ സ്ഥാനം ഏറ്റെടുക്കേണ്ടത് എന്നും പറയുന്നുണ്ട്.
ഇപ്പൊ നിങ്ങൾക്ക് ലോകസഭയിലെ ഒരു സ്പീക്കറിന്റെ കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. ലോകസഭയിലെ ഒരു സ്പീക്കർ ആകാനുള്ള കാര്യത്തിൽ ഇതിനകത്തൊരു വ്യത്യസ്തതയുണ്ട്. അതായത് ആർട്ടിക്കിൾ 93 അനുസരിച്ച് അദ്ദേഹം തീർച്ചയായും ലോകസഭയിലെ അല്ലെങ്കിൽ ഹൗസ് ഓഫ് പീപ്പിളിലെ ഒരു അംഗമായിരിക്കണം. അതായത് അദ്ദേഹം ലോകസഭയിലെ ഒരു MP ആയിരിക്കണം എന്നത് സാരം. എന്നാൽ രാജ്യസഭാ ചെയർമാന്റെ അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം രാജ്യസഭയിലെ MP ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. MP ആകാനുള്ള ഒരു യോഗ്യത മാത്രമുള്ള വ്യക്തി ആയാൽ മതിയാകും. ഉപരാഷ്ട്രപതി ആകാനുള്ള അതേ യോഗ്യതകൾ തന്നെയാണ് രാഷ്ട്രപതി ആകാൻ കൂടി വേണ്ടതും. ആർട്ടിക്കിൾ 324 പ്രകാരം ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടത്തുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 66 ഒന്നാമത്തെ ക്ലോസിലാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയകളെ പറ്റി പ്രതിപാദിക്കുന്നത്. ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ് ഒരു ഇൻഡയറക്റ്റ് ഇലക്ഷനാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ സാധാരണ ജനങ്ങൾ പങ്കെടുക്കുന്നില്ല. പക്ഷെ ഇതിനു പകരം അവര് തെരഞ്ഞെടുത്ത് വിട്ട പ്രതിനിധികളായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകുന്നത്. അതായത് വൈസ് പ്രസിഡന്റ് ഇലക്ട്രൽ കോളേജ് പ്രകാരം ഇരുസഭകളിലെ അംഗങ്ങളും ചേർന്ന് രഹസ്യ ബാലറ്റിലൂടെ ഏക കൈമാറ്റ വ്യവസ്ഥയിലൂടെയുള്ള ആനുപാതിക പ്രാതിനിധ്യത്തിലൂടെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത്. അതായത് നമുക്കറിയാവുന്ന പോലെ തന്നെ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ എ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് ത്രൂ സീക്രട്ട് ബാലറ്റ്. ഇനി നിങ്ങൾ അറിയേണ്ട മറ്റൊരു വസ്തുതയാണ് ഉപരാഷ്ട്രപതിയുടെ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത് 1952 പ്രസിഡൻഷ്യൽ ആൻഡ് വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻസ് ആക്ട് അനുസരിച്ചിട്ടാണ്. 1961 വരെ ഈ തെരഞ്ഞെടുപ്പിന് ഒരു ജോയിന്റ് സിറ്റിംഗ് വേണം എന്ന് ആർട്ടിക്കിൾ 66 ഒന്നാമത്തെ ക്ലോസിൽ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ 1961 11ാം നിയമ ഭേദഗതിയിലൂടെ ജോയിന്റ് സിറ്റിംഗ് എന്ന പദം ഭേദഗതി ചെയ്യപ്പെടുകയാണ്. 1961 മുൻപായിട്ട് 2 തവണയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ 2 തവണയും ഉപരാഷ്ട്രപതി ആയത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. പക്ഷെ ഇവിടെ ഒന്നും തന്നെ ജോയിന്റ് സിറ്റിംഗ് എന്ന കാര്യം നടന്നിരുന്നില്ല. ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ഒന്ന് ഓർത്തു വെക്കണം. ഇതിന് കാരണം അദ്ദേഹം എതിരില്ലാതെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. അതായത് അദ്ദേഹത്തിന്റെ എതിരെ മത്സരിക്കാൻ ഒരു എതിരാളി ഉണ്ടായിരുന്നില്ല. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന്റെ ഇലക്ട്രൽ കോളേജിൽ ഉൾപ്പെടുന്നത് എല്ലാ ലോകസഭ രാജ്യസഭാ അംഗങ്ങൾ ചേർന്നിട്ടാണ്. എന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കപ്പെട്ടതും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതുമായ പാർലമെന്റിലെ എല്ലാ അംഗങ്ങളും മുഴുവൻ അംഗങ്ങളും ചേർന്നിട്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകുന്നത്. അതായത് പാർലമെന്റിന്റെ ഇരുസഭകളും പൂർണ്ണമായിട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തീരുന്നത്. ഇവിടെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന അസംബ്ലിയോ സംസ്ഥാന നിയമസഭാ കൗൺസിലോ കേന്ദ്രഭരണ പ്രദേശങ്ങളോ നിയമസഭാ അസംബ്ലിയോ ഒന്നും തന്നെ പങ്കെടുക്കുന്നില്ല. മാത്രമല്ല പാർലമെന്റ് അംഗങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ അവിടെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്കും വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ സാധിക്കും. ഇത്രയും മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന ഒരു സംശയമാണ്, ഒരു ഇന്ത്യൻ പൗരനായ 35 വയസ്സ് തികഞ്ഞ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഇല്ലാത്ത MP ആകാൻ യോഗ്യതയുള്ളതുമായ ഏതൊരു വ്യക്തിക്കും ഉപരാഷ്ട്രപതിയായിട്ട് മത്സരിക്കാൻ സാധിക്കുമോ എന്നത്. ഒരു 2 കാര്യം കൂടി ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു വ്യക്തതയുണ്ടാവും. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും റിസർവ് ബാങ്കിൽ 15,000 രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടയ്ക്കണം. അത് ശരിയായിരിക്കും, ഒരു സാധാരണ ജനത്തിന് കൊടുക്കാൻ സാധിക്കുമായിരിക്കും. എന്നാൽ ഇത് കൂടാതെ അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രികയിൽ കുറഞ്ഞത് 20 ഇലക്ടർമാർ പ്രൊപ്പോസർമാരായും 20 ഇലക്ടർമാർ സെക്കൻഡർമാരായും ഒപ്പിടണം. ഈ എലക്ടർ എന്ന പേരിൽ നിങ്ങൾക്കൊരു വ്യക്തത വന്നില്ലെങ്കിൽ ഞാൻ അതൊന്ന് വ്യക്തമാക്കി തരാം. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ യോഗ്യതയുള്ള ആളുകൾ അവരാണ് എലക്ടർ എന്ന് പറയുന്നത്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ലോകസഭയിൽ നിന്നോ രാജ്യസഭയിൽ നിന്നോ അല്ലെങ്കിൽ രണ്ടിടത്തു നിന്ന് കൂടിയോ 40 പേർ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു നാമനിർദ്ദേശ പത്രികയാണ് വരണാധികാരി അഥവാ റിട്ടേണിംഗ് ഓഫീസർക്ക് മുമ്പാകെ സമർപ്പിക്കേണ്ടത്. പ്രസിഡൻഷ്യൽ ആൻഡ് വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻസ് ആക്ട് 1952 സെക്ഷൻ 3 പ്രകാരം ഇലക്ഷൻ കമ്മീഷൻ കേന്ദ്ര സർക്കാരുമായി കൂടിയാലോചിച്ചാണ് ഒരു വരണാധികാരി അഥവാ റിട്ടേണിംഗ് ഓഫീസറെ നിയമിക്കുന്നത്. നിലവിലുള്ള ഒരു കീഴ്വഴക്കം അനുസരിച്ച് ഒരു റൊട്ടേഷന്റെ അടിസ്ഥാനത്തിലാണ് ലോകസഭയുടെ സെക്രട്ടറി ജനറലിനെയോ അല്ലെങ്കിൽ രാജ്യസഭയുടെ സെക്രട്ടറി ജനറലിനെയോ ആയിരിക്കും ഈ ഒരു റിട്ടേണിംഗ് ഓഫീസറായിട്ട് നിയമിക്കുന്നത്. 2022 കഴിഞ്ഞ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ലോകസഭയുടെ സെക്രട്ടറി ജനറലിനെ റിട്ടേണിംഗ് ഓഫീസറായിട്ട് നിയമിച്ചിരുന്നു. അതിനാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമ നീതിന്യായ മന്ത്രാലയവുമായി കൂടിയാലോചിച്ച് ബഹുമാനപ്പെട്ട രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാന്റെ സമ്മതത്തോടെ 2025 ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായി രാജ്യസഭ സെക്രട്ടറി ജനറലിനെയാണ് റിട്ടേണിംഗ് ഓഫീസറായിട്ട് നിയോഗിച്ചത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ പൊതു അറിയിപ്പ് പുറപ്പെടുവിക്കുന്നത് ഈ റിട്ടേണിംഗ് ഓഫീസർ ആയിരിക്കും. യോഗ്യതയുള്ളതും
തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നതുമായ ഏതൊരു വ്യക്തിയും കുറഞ്ഞത് 20 പാർലമെന്റ് അംഗങ്ങൾ പ്രൊഫസർമാരായും കുറഞ്ഞത് 20 പാർലമെന്റ് അംഗങ്ങൾ സെക്കൻഡറിമാരായും നാമനിർദ്ദേശം ചെയ്യേണ്ടതുണ്ട്. നാമനിർദ്ദേശ പത്രികകൾ റിട്ടേണിംഗ് ഓഫീസർ പരിശോധിക്കുകയും യോഗ്യരായ എല്ലാ സ്ഥാനാർത്ഥികളുടെ പേരുകൾ ബാലറ്റിൽ ചേർക്കുകയും ചെയ്യും. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് വിജയിച്ചു വരുന്ന വ്യക്തിക്ക് രാഷ്ട്രപതി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 69 പ്രകാരം സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 67 വിവരിച്ചിരിക്കുന്നത് പോലെ സ്ഥാനമേറ്റ തീയതി മുതൽ 5 വർഷത്തേക്കാണ് ഉപരാഷ്ട്രപതിക്ക് പദവിയിൽ തുടരാനായത്. അതായത് ഉപരാഷ്ട്രപതിയുടെ കാലാവധി വരുന്നത് 5 വർഷത്തേക്കാണ്. പക്ഷെ ഇവിടെ ഉപരാഷ്ട്രപതിയെ എത്ര തവണ വേണമെങ്കിലും വീണ്ടും തിരഞ്ഞെടുക്കാനായിട്ടും സാധിക്കും. ഉപരാഷ്ട്രപതിയുടെ രാജി, നീക്കം ചെയ്യൽ, ഉപരാഷ്ട്രപതിയുടെ മരണം എന്നിവയിലൂടെ ആ ഭരണഘടനാ സ്ഥാനത്ത് നേരത്തെ ഒഴിവ് വരാവുന്നതാണ്. അപ്പോൾ ഈ നീക്കം ചെയ്യൽ അല്ലെങ്കിൽ രാജി അല്ലെങ്കിൽ മരണം തുടങ്ങിയ സാഹചര്യങ്ങൾ ഉദിക്കുന്ന ഒരു സന്ദർഭം വരുവാണെങ്കിൽ ഇവിടെ ഒരു പിന്തുടർച്ചാവകാശം നൽകുന്നതിനുള്ള ഒരു സംവിധാനം അത് ഭരണഘടന നൽകുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അവിടെ രാജ്യസഭയുടെ ഉപാധ്യക്ഷന്, രാജ്യസഭയുടെ അധ്യക്ഷൻ എന്നീ നിലയിൽ ആ ചുമതല നിർവഹിക്കാനായിട്ട് കഴിയും. ഇപ്പോൾ നിലവിലുള്ള രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ് ആണ്. ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉടലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ അന്വേഷണം നടത്തുന്നത് അത് സുപ്രീം കോടതിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഉണ്ടാകുന്ന ഏതൊരു പരാതിയും സമർപ്പിക്കേണ്ടത് സുപ്രീം കോടതിയിലാണ്. ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ സംശയങ്ങളും തർക്കങ്ങളും അന്വേഷിക്കുകയും തീർപ്പാക്കുകയും ചെയ്യുന്നത് സുപ്രീം കോടതിയാണ്. ഇനി ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പരാതി അത് സുപ്രീം കോടതിയിൽ സമർപ്പിക്കുമ്പോൾ അതിനോടൊപ്പം നമ്മൾ അടയ്ക്കേണ്ടത് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് 20,000 രൂപയായ ഒരു തുകയാണ്. അതുപോലെ തന്നെ ഈ ഉപരാഷ്ട്രപതി പദവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു തർക്കം ഉടലെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതിയിലെ 5 അംഗ ബെഞ്ചായിരിക്കും ഇത് ഒരു തീരുമാനം എടുക്കുന്നത്. അതുപോലെ ഈ 5 അംഗ ബെഞ്ച് കൈക്കൊള്ളുന്ന തീരുമാനം, സുപ്രീം കോടതിയുടെ തീരുമാനം, അത് എപ്പോഴും അന്തിമമായിരിക്കും. 1951 റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് അനുസരിച്ച് തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ നടത്തുന്നതിനോ അല്ലെങ്കിൽ രാജ്യസഭാംഗം ആകാൻ യോഗ്യത ഇല്ലാത്തതിനോ സുപ്രീം കോടതിക്ക് ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാൻ കഴിയും. സുപ്രീം കോടതിക്ക് ഒരു ഉപരാഷ്ട്രപതിയെ നീക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേടുകൾ നടത്തിയതിന് അല്ലെങ്കിൽ രാജ്യസഭാംഗമാകാൻ യോഗ്യതയില്ല എന്ന കാരണങ്ങൾ കൊണ്ടാണ് സാധിക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞ കാരണങ്ങൾ ഒന്നും ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ കാരണങ്ങളൊന്നും തന്നെ ഇല്ലാതെ പാർലമെന്റിന്റെ ഇരുസഭകളും ചേർന്ന് ഉപരാഷ്ട്രപതിയെ പുറത്താക്കാനായി സാധിക്കും. ഇതിനുള്ള ആ ഒരു പ്രോസസ് ആരംഭിക്കുന്നത് അത് രാജ്യസഭയിലാണ്. പിന്നീടായിരിക്കും ഈ ഒരു പ്രോസസ്സ് ലോകസഭയിലേക്ക് പോകുന്നത്. അതായത് കുറഞ്ഞത് 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് ഉപരാഷ്ട്രപതിക്ക് കൊടുത്തതിന് ശേഷമാണ് ഈ ഒരു പ്രോസസ്സ് രാജ്യസഭ ആരംഭിക്കേണ്ടത്. രാജ്യസഭയിൽ ഈ ഒരു പ്രമേയം പാസ്സാക്കേണ്ടത് എഫക്റ്റീവ് മെജോറിറ്റിയോടെയാണ്. അതായത് അന്ന് ഹാജരായിരിക്കുന്ന എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷത്തോടെ. പിന്നീട് ലോകസഭയിൽ സിമ്പിൾ മെജോറിറ്റിയോടെയാണ് ഈ ഒരു പ്രമേയം പാസ്സാക്കേണ്ടത്. അതായത് ലോകസഭയിലെ ആകെ അംഗങ്ങളുടെ 50% ഭൂരിപക്ഷത്തോടെ. അതായത് ഈ 50% അംഗങ്ങളും ഉപരാഷ്ട്രപതിയെ പുറത്താക്കുന്നതിനുള്ള ആ പ്രമേയത്തിൽ ഒപ്പുവെക്കണം. പിന്നീട് ലോകസഭയിൽ സിമ്പിൾ മെജോറിറ്റിയോടെയാണ് ഈ പ്രമേയം പാസ്സാക്കേണ്ടത്. അതായത് ലോകസഭയിലെ ആകെ അംഗങ്ങളുടെ 50% ഹാജരെങ്കിലും ഈ പ്രമേയത്തെ പിന്താങ്ങുന്നതായിരിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഭരണഘടനയിൽ ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്തതിനുള്ള കാരണങ്ങൾ പട്ടികപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കാരണവും ഇല്ലാതെ തന്നെയും ഉപരാഷ്ട്രപതിയെ ഇരുസഭകൾക്കും ചേർന്ന് പുറത്താക്കാനായി സാധിക്കും. ആർട്ടിക്കിൾ 122 പ്രകാരം രാജ്യസഭയിലെ ചെയർമാനെ നീക്കം ചെയ്യുന്നത് ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ കഴിയില്ല. നമ്മുടെ 14ാമത് ഉപരാഷ്ട്രപതിയായിരുന്ന ജഗദീപ് ധൻഖറിനെതിരെയും ഇതുപോലെ ഒരു പ്രമേയം രാജ്യസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു പ്രമേയം അത് രാജ്യസഭയിൽ അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. എന്നിരുന്നാലും ജഗദീപ് ധൻഖറിന് മുൻപ് ഒരു ഉപരാഷ്ട്രപതിയും പുറത്താക്കൽ നടപടി നേരിട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ ഈ അവസരത്തിൽ നിന്ന് മനസ്സിലാക്കണം. പക്ഷേ ഇവിടെ ജഗദീപ് ധൻഖർ രാഷ്ട്രപതി സ്ഥാനം ഒഴിഞ്ഞത് ആർട്ടിക്കിൾ 67 A വകുപ്പ് പ്രകാരമാണ്. അതായത് ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സ്വന്തം കൈപ്പടയിൽ എഴുതിയ രാജിക്കത്തുമായി രാജിവെക്കാൻ സാധിക്കും. ഈ വ്യവസ്ഥയ്ക്ക് പാർലമെന്റിന്റെ ഒരു അംഗീകാരം ആവശ്യം വരുന്നില്ല. രാഷ്ട്രപതിക്ക് ഈ വിധത്തിൽ രാജിക്കത്ത് ലഭിച്ചാൽ ഉടൻ രാജി പ്രാബല്യത്തിലും വരുന്നതാണ്. ഇതുപോലെ ഉപരാഷ്ട്രപതിയുടെ സ്ഥാനത്തിന് ഒഴിവ് വരുന്ന ഒരു സന്ദർഭങ്ങളിൽ ആ ഒഴിവ് എത്രയും വേഗം നികത്തണം എന്നതാണ് ഭരണഘടനയുടെ 68ാമത്തെ ആർട്ടിക്കിളിന്റെ 2ാമത്തെ ഭാഗത്തിൽ പറയുന്നത്, അല്ലെങ്കിൽ 2ാമത്തെ ഒരു ക്ലോസിൽ പറയുന്നത്. ഇവിടെ ഭരണഘടനയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ്. അതായത് എത്രയും വേഗം നടപ്പിലാക്കുക എന്നതാണ്.
പക്ഷെ ഈ വേഗം എത്രയാണെന്ന് ഭരണഘടനയിലോ മറ്റ് നിയമവ്യവസ്ഥകളിലോ ഒന്നും തന്നെ പരാമർശിക്കുന്നില്ല. ഇത് മാത്രമല്ല, പുതിയൊരു ഉപരാഷ്ട്രപതി അധികാരത്തിൽ വന്നാൽ ആ ഉപരാഷ്ട്രപതിക്ക് 5 വർഷത്തേക്കായിരിക്കും കാലാവധി ഉണ്ടാക്കുക. അതായത് 2022 അധികാരത്തിൽ വന്ന ജഗദീപ് ധൻഖറിന് 2027 വരെയായിരുന്നു കാലാവധി. എന്നാൽ ഇദ്ദേഹം 2025 ഇറങ്ങിയത് കൊണ്ട് തന്നെ ഇനി 2 വർഷത്തേക്കാണ് ഈ ഒരു ടൈം ചെയ്യാൻ വേണ്ടിയുള്ളത്. അപ്പോൾ 2025 തെരഞ്ഞെടുക്കപ്പെടുന്ന പുതിയ ഒരു ഉപരാഷ്ട്രപതിയുടെ കാലാവധി 2027 വരെയല്ല 2030 വരെയാണ് എന്ന ഒരു കാര്യം കൂടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നിലവിലെ സാഹചര്യത്തിൽ, അതായത് ഉപരാഷ്ട്രപതി സ്ഥാനത്ത് ഇല്ലാത്ത ഈ ഒരു ഇടക്കാല കാലയളവിൽ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനാണ് രാജ്യസഭാ ചെയർമാന്റെ ചുമതലകൾ വഹിക്കുന്നത്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ ആരാണ് വഹിക്കേണ്ടത് എന്നൊരു കാര്യത്തിൽ ഒരു നിയമത്തിലും, ഇപ്പം ഭരണഘടന ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റ് നിയമങ്ങൾ ഉൾപ്പെടെ ഇതിലൊന്നും തന്നെ ഒരു വ്യക്തത വന്നിട്ടില്ല. ഈ ഒരു കാലയളവില് രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാന് രാജ്യസഭാ ചെയർമാന്റെ ശമ്പളമായിരിക്കും ലഭിക്കുന്നത്. നിലവിലെ രാജ്യസഭാ ചെയർമാന്റെ ശമ്പളത്തുക എന്ന് പറയുന്നത് അത് 4 ലക്ഷം രൂപയാണ്. അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്, രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാന്റെ ശമ്പളമാണ് ഉപരാഷ്ട്രപതിക്ക് ലഭിക്കുക. 2018 വരെ 1,25,000 രൂപയായിരുന്നു ഈ ശമ്പളത്തുക. എന്നാൽ 2018 കൂടി പ്രതിമാസം 4 ലക്ഷം രൂപയായിട്ട് ഈ ശമ്പളത്തുക ഉയർത്തി. നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അതായത് ഉപരാഷ്ട്രപതി എന്ന പദത്തിലേക്കാണ് ആളെ തിരഞ്ഞെടുക്കുന്നതെങ്കിലും ആൾക്ക് ലഭിക്കുന്ന ശമ്പളം അത് രാജ്യസഭാ ചെയർമാന്റെയാണ്. അതായത് തന്റെ നിയുക്ത സ്ഥാനത്തിന്റെ ശമ്പളമോ വേതനമോ ലഭിക്കാത്ത ഒരേ ഒരു ഉദ്യോഗസ്ഥൻ അത് ഉപരാഷ്ട്രപതിയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഉപരാഷ്ട്രപതിയുടെ പെൻഷന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അത് ശമ്പളത്തിന്റെ 50% പെൻഷനായിട്ട് വരുന്നത്. അതായത് നിലവിലെ ശമ്പളമായ 4 ലക്ഷം രൂപയുടെ 50% എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ് ഉപരാഷ്ട്രപതിക്ക് പെൻഷൻ ഇനത്തിൽ കിട്ടുന്നത്. അതുകൂടാതെ മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും. ഇത് കൂടാതെ തന്നെ ഉപരാഷ്ട്രപതിക്ക് സൗജന്യമായി ഫർണിഷിംഗ് ചെയ്ത താമസം, അതുപോലെ തന്നെ മെഡിക്കൽ സൗകര്യങ്ങൾ, യാത്ര മുതലായ കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ഈ ശമ്പള ഇനത്തിനോടൊപ്പം ഒക്കെ അർഹതയുണ്ട്. അതുപോലെ തന്നെ ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയായി പ്രവർത്തിക്കുന്ന അവസരം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ, അതായത് ആർട്ടിക്കിൾ 65 അനുസരിച്ച് ഉപരാഷ്ട്രപതി ഒരു ആക്ടിംഗ് പ്രസിഡന്റ് എന്ന രീതിയിൽ സേവനമനുഷ്ഠിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ചുമതല നിർവഹിക്കുമ്പോഴൊക്കെ തന്നെ ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയുടെ ശമ്പളത്തിനും ആനുകൂല്യത്തിനും അർഹതയുണ്ടെന്നൊരു കാര്യം കൂടെ നിങ്ങൾ ഈ അവസരത്തിൽ മനസ്സിലാക്കണം. അതായത് രാഷ്ട്രപതിയുടെ പ്രത്യേക ചുമതലകൾ ഉപരാഷ്ട്രപതി നിർവഹിക്കുന്ന അവസരത്തിൽ ഉപരാഷ്ട്രപതിയുടെ ശമ്പളമായിട്ട് വരുന്നത് 5 ലക്ഷം രൂപയാണ്. ഇത്തരത്തില് രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ചിട്ടുള്ള ഉപരാഷ്ട്രപതിമാര് 2 പേരാണ് ഉള്ളത്. അത് ഒന്ന് വി ഗിരിയാണ്, മറ്റത് വരുന്നത് BD ജട്ടിയാണ്. അപ്പം ഈ പേരുകൾ കൂടെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ഇനി നിങ്ങൾ അറിയേണ്ട മറ്റൊരു കാര്യമാണ്, അതായത് രാഷ്ട്രപതിയോ ഉപരാഷ്ട്രപതിയോ തന്റെ പദവി ലഭ്യമല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോഴും ഈ പ്രസിഡന്റിന്റെ സ്ഥാനം നമുക്കത് വേക്കന്റ് ആയിട്ട് ഇടാൻ പറ്റത്തില്ല. അപ്പം ഈ സ്ഥാനം കൈകാര്യം ചെയ്യുന്നത് അത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആണ്. അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും ഈ ഒരു പദവി കൈകാര്യം ചെയ്യുന്നത്. ഇങ്ങനെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് M. ഹിദായത്തുള്ള. അപ്പം ഇവിടെ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ഓർക്കേണ്ട, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ തെറ്റിക്കരുതാത്ത ഒരു കാര്യമാണ്, അതായത് ആക്ടിംഗ് പ്രസിഡന്റ് എന്ന രീതിയിൽ ചുമതലകൾ നിർവഹിച്ചിട്ടുള്ള 3 പേരാണ് നമുക്കുള്ളത്. അതിൽ 2 പേര് ഉപരാഷ്ട്രപതിമാരും ഒരാൾ ചീഫ് ജസ്റ്റിസുമായിരുന്നു. അപ്പൊ ഇതിൽ ഏറ്റവും ആദ്യം വരുന്നത് വി ഗിരിയാണ്. ഏറ്റവും ആദ്യം ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് വി ഗിരിയാണ്. അതിനുശേഷം M. ഹിദായത്തുള്ള, അതിനുശേഷം BD ജട്ടി തുടങ്ങിയ 3 പേരാണ് ഇതുവരെ ഒരു ആക്ടിംഗ് പ്രസിഡന്റ് എന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇനി നിങ്ങളെ പുതിയൊരു നിയമം ഞാൻ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അതായത് ദി പ്രസിഡന്റ്സ് ഡിസ്ചാർജ് ആൻഡ് ഫങ്ഷൻസ് ആക്ട് 1969 അനുസരിച്ച് പ്രസിഡന്റോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റോ പദവി ലഭ്യമല്ലാത്തൊരു അവസരം വന്നാൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കും പ്രസിഡന്റിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് എന്ന് പരാമർശിക്കുന്നത് ഈ നിയമത്തിലാണ്. അതായത് ഭരണഘടനയിൽ എങ്ങും തന്നെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും ഈ ഒരു പദവി വഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഉപരാഷ്ട്രപതിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റ് ചില കാര്യങ്ങളുണ്ട്. അതായത് ഉപരാഷ്ട്രപതി വഹിക്കുന്ന മറ്റ് ചില സ്ഥാനങ്ങൾ, ഇത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഒന്ന് നമുക്ക് പറയാവുന്നതാണ്, പഞ്ചാബ് സർവകലാശാലയുടെയും അതുപോലെ ഡൽഹി സർവകലാശാലയുടെയും ചാൻസലർ, പഞ്ചാബ് യൂണിവേഴ്സിറ്റിയുടെയും ഡൽഹി യൂണിവേഴ്സിറ്റിയുടെയും ചാൻസലർ ആയിട്ട് വരുന്നത് ഈ ഉപരാഷ്ട്രപതിയാണ്. ഇതോടൊപ്പം തന്നെ ഉപരാഷ്ട്രപതി മഖൻലാൽ നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു വിസിറ്റർ കൂടിയാണ്.
മാത്രമല്ല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പ്രസിഡന്റായും അദ്ദേഹം പദവി വഹിക്കുന്നുണ്ട്. ഇതുകൂടാതെ ചില സന്ദർഭങ്ങളിൽ അദ്ദേഹം രാഷ്ട്രപതിയായും സേവനമനുഷ്ഠിക്കാറുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആ ആക്ടിംഗ് പ്രസിഡന്റിന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. അതായത് രാഷ്ട്രപതി ആ സ്ഥാനത്ത് വെച്ച് മരിക്കുകയോ അല്ലെങ്കിൽ അസുഖമോ മറ്റോ കാരണങ്ങളാൽ ആ ഒരു ചുമതല അത് രാഷ്ട്രപതിക്ക് നിറവേറ്റാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ആർട്ടിക്കിൾ 65 അനുസരിച്ചിട്ടാണ് ഉപരാഷ്ട്രപതി ഈ ഒരു സ്ഥാനം ഏറ്റെടുക്കുന്നത്. പരമാവധി ഒരു 6 മാസം വരെയാണ് ഉപരാഷ്ട്രപതിക്ക് ഈ രാഷ്ട്രപതി അതായത് ആക്ടിംഗ് പ്രസിഡന്റിന്റെ ആ ഒരു സ്ഥാനത്തേക്ക് തുടരാൻ സാധിക്കുന്നത്. അപ്പം ഇതിനകം തന്നെ പുതിയൊരു രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കണം എന്നാണ് ആർട്ടിക്കിൾ 62 പരാമർശിക്കുന്നത്. ഉപരാഷ്ട്രപതിയുടെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പങ്ക് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് നമ്മളിപ്പം ഈ അടുത്ത് കണ്ട പോലത്തെ ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ജഗദീപ് ധൻകർ രാജിവെച്ച കാര്യം നമ്മൾ കണ്ടു. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉപരാഷ്ട്രപതി രാജിവെക്കുമ്പോൾ രാജ്യയുടെ ഭരണപരമായ കൈകാര്യം ചെയ്യൽ, അതുപോലെ തന്നെ അതിന്റെ ഒരു പ്രോസസ്സിംഗ്, ഇതെല്ലാം ചെയ്യുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ്. ഇവിടെ ആഭ്യന്തര മന്ത്രാലയം രാഷ്ട്രപതിക്ക് രാജി ലഭിച്ചതിന് ശേഷം രാഷ്ട്രപതി ഭവനിൽ നിന്നും ആശയവിനിമയം സ്വീകരിക്കുന്നതാണ് ഏറ്റവും ആദ്യത്തെ ചുവട്. രണ്ടാമതായി രാജ്യം അതിന്റെ ഭരണഘടനാപരമായ പ്രത്യാഘാതങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു ഔപചാരിക കുറിപ്പ് അഥവാ ക്യാബിനറ്റ് മെമ്മോറാണ്ടം തയ്യാറാക്കുന്നു. ഇതും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ചുമതലയാണ്. പിന്നീടാണ് ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ ആഭ്യന്തര മന്ത്രാലയം ഈ രാജി ഔദ്യോഗികമായി അറിയിക്കുന്നത്. ഇതിന് ശേഷമായിരിക്കും പ്രോട്ടോകോളും മറ്റ് പിന്തുടർച്ച പ്രക്രിയകളും ആരംഭിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നത്. അതായത് ഇലക്ഷൻ കമ്മീഷനുമായി ഏകോപനം നടത്തി പുതിയ ഒരു തെരഞ്ഞെടുപ്പിനുള്ള കളം ഒരുക്കാനുള്ള ഒരു ചുക്കാൻ പിടിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ്. ജഗദീപ് ധൻഖറിനെ സംബന്ധിച്ച് നിങ്ങൾ അറിയേണ്ട മറ്റ് പ്രധാന വസ്തുതകളാണ്. ഇദ്ദേഹം 2019 മുതൽ 2022 വരെ പശ്ചിമ ബംഗാളിന്റെ ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഒരു ആളാണ്. അതുപോലെ തന്നെ 2022 ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ മാർഗരറ്റ് ആൽവയെ പരാജയപ്പെടുത്തിയാണ് ഇദ്ദേഹം 14ാമത് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വസ്തുതയാണ്, അതായത് 1950 ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ജനിച്ച ആദ്യത്തെ വൈസ് പ്രസിഡന്റ് എന്നൊരു പ്രത്യേകത കൂടി ഇപ്പോൾ രാജിവെച്ച ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടു, വളരെയധികം ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് ടോപ്പ് പിക്സിൽ വീണ്ടും കാണാം.